ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. സേമിയ പായസം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാൽ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്വാദുള്ള സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എളുപ്പവുമാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാലോ, സേമിയ പായസം എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസം എന്നുള്ളതാണ്. എന്നാൽ അതിനൊരു പ്രത്യേക രുചി കൂടി ഉണ്ടായാലോ. അപ്പം നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സേമിയ പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് സേമിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ റോസ്റ്റഡ് അല്ല, അൺറോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് എടുക്കരുത് കേട്ടോ. റോസ്റ്റഡ് എടുത്താൽ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. കാരണം നമ്മൾ നെയ്യിൽ നന്നായിട്ട് വറുത്തിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ റോസ്റ്റഡ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് സമയത്ത് വറുക്കാനും പറ്റില്ല. അപ്പോൾ നമ്മളൊരു 1/4 കപ്പ് വെർമിസെല്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 75 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഒരു സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ചൂട് കെട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയാലും മതി, അല്ലെങ്കിൽ ഉരുളി ആയാലും മതി. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ആദ്യം തന്നെ വറുത്തെടുക്കാം. ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഒന്ന് അടർത്തിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ വറുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് വറുത്തെടുക്കരുത്. അപ്പോൾ നമ്മൾ ഈ നെയ്യ് തന്നെയാണ് നമ്മൾ സേമിയയും ഫ്രൈ ചെയ്യുന്നത്. അപ്പം ആ നെയ്ക്ക് ആ ഒരു കരിഞ്ഞ ആ ഒരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പായസത്തിന് രുചി ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് അതിലേക്ക് തന്നെ മുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കഴുകിയിട്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളിത് വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ചൊന്നും കരിഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ, പുകയൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നെയ്യ് എടുക്കരുത് കേട്ടോ. നമ്മൾ വേറെ നെയ്യ് എടുത്തിട്ട് അതിൽ വെർമിസെല്ലി വറുത്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ നെയ്ക്കകത്തോട്ട് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ, അതാണ് സേമിയയുടെ കറക്റ്റ് പരുവം. കളറ് മാറിപ്പോകുന്ന വിചാരിച്ചിട്ട് പേടിക്കേണ്ട. കാരണം നമ്മൾ പാലൊഴിച്ച് തിളപ്പിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ കറക്റ്റ് ആയിക്കോളും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ നെയ്യ് വേണം കേട്ടോ. നെയ്യ് ഇതിനകത്ത് കാണണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് നല്ല ഒരു എല്ലാ സേമിയയും ഒരേപോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാല് 2 പാക്കറ്റ് പാലാണ്. ഇപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ നമ്മളിപ്പോൾ പാക്കറ്റ് പാലാണ് എടുക്കുന്നതെങ്കിൽ ആ പാക്കറ്റ് നമ്മളൊന്ന് ജസ്റ്റ് അവസാനം ഒന്ന് കഴുകിയിട്ട് എടുക്കില്ലേ, അങ്ങനെ എടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. കുപ്പിയാണെങ്കിൽ ആ കുപ്പിയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ അത് കഴുകി ഒഴിച്ചാലും മതി. പാലൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിലേക്ക് പിടിക്കും. ഇതിപ്പോൾ 2 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പം അതിൻ്റെ കളറൊന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കാം. ഇതിന് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ പരുവത്തിന് കിട്ടില്ല. ഇപ്പം 2 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 2 മിനിറ്റ് സിമ്മിലും ഇട്ടിട്ട് ഫ്രൈ ചെയ്തപ്പോഴാണ് ഈ ഒരു ഇതിന് പരുവത്തിന് കിട്ടിയത്. ഇപ്പോൾ കണ്ടത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണുള്ളത്. ഇതിലപ്പുറത്തേക്കായാൽ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് അങ്ങ് മാറും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാണ്. കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ഉണ്ട്. ഈ ക്യാമറയിൽ എന്താ കളറെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. അത്രയും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഇത് കാണിച്ചത്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സേമിയ പായസം ആയാലും അരിപ്പായസം ആയാലും എന്ത് ആണെങ്കിലും പാലിൻ്റെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പാത്രം നന്നായിട്ട് കഴുകിയിരിക്കണം. അല്ലെങ്കിൽ പായസം ഉണ്ടാക്കുന്ന പാത്രമാണെങ്കിൽ കുഴപ്പമില്ല. കറിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പാലങ്ങ് പിരിഞ്ഞു പോകും. അപ്പോൾ തിളക്കട്ടെ, നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വേവട്ടെ. കാരണം ഇത് നമ്മൾ സാധാരണ വറുക്കുന്ന പോലെയല്ല, നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് വേവ് കൂടുതലായിരിക്കും. നമുക്കതൊന്ന് സിമ്മിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുമ്പോൾ ഫുള്ളായിട്ട് അടച്ചു വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ ആവിവെള്ളം വീഴാൻ സാധ്യതയുണ്ട്. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പാലല്ലേ തിളച്ച് പുറത്തോട്ട് ചാടാനും സാധ്യതയുണ്ട്. നമുക്ക് അടച്ചു വെച്ച്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ മോൾ ഭാഗത്ത് അങ്ങ് പാട കെട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണേ. ചെറുതായിട്ട് തള വരുന്നുണ്ട്, അത് മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വറ്റി അങ്ങ് പോകും, നമുക്ക് സേമിയ വെന്ത് കിട്ടുകയില്ല.
പിന്നെ നമ്മൾ പാല് അഡീഷണൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടിയൊക്കെ വരും. അപ്പം പക്ഷെ നമ്മൾ എപ്പോഴും ഈ സേമിയ പായസം ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാൽ അവസാനം ഒഴിക്കരുത്. അങ്ങനെ ഒരു അവസ്ഥ വരാതെ തരത്തിൽ ആദ്യമേ ഉണ്ടാക്കണം. ആദ്യമേ നമ്മൾ ഈ പാലിൽ കിടന്ന് ഈ സേമിയ കുറുക്കി വരണം. അപ്പോഴേ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അവസാനം പാലെടുത്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാലിൻ്റെ ടേസ്റ്റ് മുന്നിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അളവുകൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസാനം ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് പാല് വറ്റിപ്പോയാലും വേവാതിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് പാൽ ആഡ് ചെയ്യേണ്ടി വരും. ഈ സേമിയ വെന്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ആ ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തിട്ട് സേമിയ പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഒരു ഫ്ലേവറിങ് ഏജൻറ്റും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ റോസ് വാട്ടറോ, ചിലർ റോസ് വാട്ടറൊക്കെ ഒഴിക്കും, പിന്നെ എസെൻസ് ഒഴിക്കും, വാനില എസെൻസ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കും. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു തരത്തിൽ ഇത്രയും ഗോൾഡൻ ബ്രൗൺ കളറാക്കി നെയ്യിൽ വറുത്തിട്ടാണ് നമ്മൾ ഈ സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആയി. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉൾഭാഗത്ത് ഇങ്ങനെ പാട കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് വെന്തോ നോക്കാം. ഇതെടുത്ത് ഒന്ന് ഞെക്കി നോക്കാം. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേവ് നോക്കണം കേട്ടോ, എത്ര ഉണ്ടെന്ന്. വേവ് പാകമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം വേവില്ല. അതുകൊണ്ട് വേവ് നിങ്ങളുടെ പാകമായി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെക്കണ്ട കേട്ടോ, തുറന്ന് തന്നെ വെച്ചാൽ മതി. പഞ്ചസാരയിൽ കിടന്ന് നമ്മൾ സേമിയൊക്കെ നന്നായിട്ടൊന്ന് പഞ്ചസാര ഒന്ന് വലിച്ചെടുക്കട്ടെ. മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും പായസത്തിന് മധുരത്തിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. ചിലർക്ക് നല്ല കട്ടി മധുരമായിരിക്കും, ചിലർക്ക് ലൈറ്റായിട്ടുള്ള മധുരമായിരിക്കും ഇഷ്ടം. എനിക്ക് പക്ഷേ രണ്ടിൻ്റെ നടുക്ക് നിൽക്കുന്ന തരത്തിലുള്ള മധുരം വേണം. മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ പായസം കുടിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി, നല്ല രുചിയുണ്ട്. പായസത്തിന് മധുരം ഇത് മതി കേട്ടോ, കറക്റ്റാണ്. 1/2 കപ്പ്, ഒരു 100 ഗ്രാം പഞ്ചസാരയുണ്ട്. വേണമെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പക്ഷേ കറക്റ്റാണ്. ഈ ഒരു പരുവത്തിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റ് ഒന്ന് തണുക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അതാകുമ്പം പിന്നെ നമുക്ക് പാലൊഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പാലൊഴിച്ചാൽ നമുക്ക് ഈ പായസത്തിൻ്റെ ഈ ഒരു രുചി കിട്ടില്ല കേട്ടോ. ഞാനിതിൽ ഏലക്കപ്പൊടി ഇടുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതിൽ ഏലക്കപ്പൊടിയുടെ ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ ഈ സേമിയ നെയ്യിൽ ഗോൾഡൻ ബ്രൗൺ കളറാക്കി ഫ്രൈ ചെയ്തിട്ട് പാലിൽ വേവിക്കുന്ന സമയത്ത് അതിന് പ്രത്യേക രുചിയാണ്. അത് നിങ്ങൾ കഴിച്ച് നോക്കുമോ, അപ്പോഴേ അതിൻ്റെ മനസ്സിലാവുള്ളൂ. അതിൽ ഏലക്ക ഇടേണ്ട ആവശ്യമില്ല, ഞാൻ ഇടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്ക, 2-3 ഏലക്ക, കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിൽ കിടന്നൊന്ന് ആയിക്കോട്ടെ. വെന്തതിന് ശേഷം പഞ്ചസാര ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മതി, ഞാൻ ഓഫാക്കാണ്. ഓഫാക്കിയതിന് ശേഷം ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. വെതറി ഇട്ട് കൊടുക്കാം. ഒരുപാടായി പോകരുത്. പാലിൻ്റെ പായസമാണെന്ന് വിചാരിച്ചിട്ട് ഉപ്പിടാതിരിക്കാൻ മടിക്കണ്ട. നേരത്തെ ഉപ്പിട്ടാൽ ഉപ്പിൻ്റെ ഒരു രുചി ഉണ്ടാവില്ല, എന്നാൽ മധുരം നന്നായിട്ട് മധുരം ഉണ്ടാവില്ല. ഉപ്പിട്ടാൽ മധുരം ഒന്ന് കൂടും. എന്തുകൊണ്ടാണെന്നറിയില്ല, അതങ്ങനെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം തിളപ്പിക്കൊന്നും ചെയ്യരുതേ. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് അടച്ചു വയ്ക്കരുത്, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കണം. അല്ല വേറൊരു പേപ്പർ കൊണ്ടോ മറ്റോ അടച്ചു വെച്ചിരുന്നാലും മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് ഇളക്കി നോക്കാം. ഒന്നുകൂടെ തിക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും കേട്ടോ. അത് ഞാനൊന്ന് സെർവ് ചെയ്യണേ. നല്ല മണം കേട്ടോ, ഒരു രക്ഷയില്ല. പണ്ടൊന്നും എനിക്ക് സേമിയ പായസം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, ഞാൻ കഴിക്കാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രീതിയിൽ ഞാൻ സേമിയ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം സേമിയ പായസം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല. സേമിയയും പാലും കൂടെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. സേമിയയുടെ ആ ബ്രൗൺ കളറൊക്കെ മാറിയില്ലേ, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഞാൻ കുറേ നേരം കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. എന്താ പറയുക,
അസാധ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സേമിയ പായസമൊക്കെ ഇഷ്ടമില്ലാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളും എന്നെ പോലെ ഈ സേമിയ പായസത്തിൻ്റെ ഫാനായിട്ട് മാറും. അപ്പോൾ ഈ സേമിയ പായസം ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.